ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് നമുക്കൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാംഗോ പുഡിംഗ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അതിനായി ഒരു കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നു. ഞാനതിൽ ചൈന ഗ്രാസ് ഒന്നും ചേർത്താതെയാണ് കാരമൽ പുഡിംഗ് ഉണ്ടാക്കിയിരുന്നത്. കാരമൽ പുഡിങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കാണാത്തവർ അതൊന്ന് ചെന്ന് കണ്ടു നോക്കൂ. ഇതിൽ ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഞാൻ ഒരു കപ്പ് മാങ്ങക്ക് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് നല്ല ക്രീമി ആയിട്ടുള്ള പാല് വേണം എടുക്കാൻ, വെള്ളം ചേർത്താത്ത പാല് വേണം എടുക്കാൻ. വെള്ളം ചേർത്ത പാലാവുമ്പോൾ നമുക്ക് അത് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതൊരു വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാവും. ചൈന ഗ്രാസ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടാക്കുമ്പോൾ മെൽറ്റാകുന്നത് കാണാം. ഇത് നമ്മൾ അവസാനമാണ് ഇത് മെൽറ്റാക്കി എടുക്കേണ്ടത്. പുഡിങ്ങിനുള്ള ബാറ്ററി റെഡിയാക്കിയതിന് ശേഷം ഇത് ലൈറ്റ് ചൂടോടുകൂടി തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക വേണ്ടത്. ഞാനിവിടെ മാംഗോ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സിയിൽ ജ്യൂസാക്കി എടുക്കണം. പാല് നല്ല തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മാംഗോ പൾപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാറ്റർ റെഡി ആയതിനു ശേഷം ഇത് ലൈറ്റ് ചൂടോടുകൂടി തന്നെ നമുക്ക് ചൈന ഗ്രാസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചൈന ഗ്രാസിലുള്ള കട്ടകളും മാങ്ങയിലുള്ള കട്ടകളൊക്കെ ഒന്ന് റിമൂവ് ആക്കാൻ വേണ്ടി നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഞാൻ ബ്ലാക്ക് മുന്തിരിങ്ങ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. സീഡ്ലെസ് ആണ്, അപ്പോൾ അത് 2ആയി മുറിച്ച് ഞാൻ ചെറുതായിട്ടൊരു മുകളിൽ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഞാൻ കാരമൽ പുഡിങ്ങിൽ ചെയ്ത പോലെ കാരമലൈസ് ചെയ്തിട്ട് പാത്രം കാരമലൈസ് ചെയ്ത് അതിൻ്റെ മേലെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്താലും നല്ല വെറൈറ്റി ആയിട്ടുണ്ടാവും. ഞാനിത് മുകളിലാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ പുഡിംഗ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ. ഒരു 2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ സെറ്റാകാൻ വേണ്ടി വെക്കണം. ഒരിക്കലും ഇത് ഫ്രീസറിൽ വെക്കാൻ പാടില്ല. താഴെ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 1 മണിക്കൂറിന് ശേഷം ഇതാ കണ്ടില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വേറൊരു വെറൈറ്റി വീഡിയോയുമായി നിങ്ങളെ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.